ഇതൊരു അവെഞ്ചേഴ്സ് അല്ല, ഒരു എക്സ്മെൻ അല്ല, ഒരു ഡ്യൂൺ അല്ല. അപ്പൊ ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ? ചന്ദ്ര കുറച്ച് ഇമോഷണലി നമ്പാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. കാരണം എല്ലാ സ്റ്റൺസും അല്ലെങ്കിൽ മാക്സിമം സ്റ്റൺസും ഞാൻ തന്നെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റൺസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആയി അഭിനയിക്കുന്നത് എന്ത് കാര്യമാണ്? ഡയറക്ടർ പറയും എന്തെങ്കിലും പറ്റിയ സഭ വന്നാ കല്യാണി വെളുപ്പിനേക്ക് വരും. അത് ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോഴു് ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല കഴിച്ചിട്ടില്ല. അപ്പൊ എന്താ കഴിച്ചപ്പോ ഇറങ്ങി കടക്കുന്നത് ഇതെടുത്തോണ്ടിരിക്കുക. ഞാൻ വൈകുന്നേരം കഴിയുമ്പോഴും ഇനി ജീവനുണ്ടാവും അവിടെ ചെല്ലുമ്പോ. ഞങ്ങള് കോസ്റ്റ്യൂമൊക്കെ മാറി നല്ല ജോലിയായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് വിളിച്ചിട്ട് പറഞ്ഞ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. പോയിട്ട് തിരിച്ചു വന്നു പുള്ളി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. നമ്മൾ അങ്ങോട്ട് പോകണ്ട, നമ്മൾ അങ്ങോട്ട് പോയിട്ട് അപ്പൊ ഞങ്ങള് അതെന്ത് മനുഷ്യൻ എന്നുള്ള രീതിയിലാണ്. അതാണ് അതെ, നമ്മളവരെ കോസ്റ്റ്യൂം ശരിയായില്ല, എന്തെങ്കിലും ശരിയായില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചീത്ത പറയണമെന്നുണ്ടെങ്കിൽ ലാലേട്ടനെ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഹാപ്പി, ഞാനും ഹാപ്പി. എനിക്ക് ചീത്ത പറയാനും പറ്റും, അവനത് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. എനിഗ്മ എന്ന് പറയൂലേ, അത് മലയാളത്തിന്റെ വാക്ക് എനിക്കറിയില്ല. മലയാളം ഇല്ല. ഓ, നിങ്ങൾക്ക് 3 പേർക്ക് അറിയാത്ത ഇവിടെ ഒരു പിയേഴ്സിംഗ് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ചെയ്യാം. ചിലപ്പോൾ പഴുത്തു വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ഇങ്ങനെ മുഖം മുക്കി വെക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ പോയി ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കടയും. എന്നിട്ട് നമുക്ക് 2-3 അടിക്കാം. കല്യാണിയിൽ കണ്ട ഒരു പ്രത്യേകത അവിടെ എന്തായിരുന്നു? ചേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് പോരുന്ന എന്റെ കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ കയറി പോയാലേ അത്ര സിമ്പിൾ ആയിരുന്നു എന്റെ ലോകയിലേക്കുള്ള വരവ്. എനിക്ക് നിങ്ങളെ പോലെ കഴിവുകളൊന്നും ഇല്ല. സോ ഇത് ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ. ഓണാശംസകൾ 3 പേരും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതെന്ത് മലയാളി പ്രേക്ഷകർക്കാ? മലയാളി പ്രേക്ഷകർക്ക് പിന്നെ എല്ലാ പ്രേക്ഷകർക്കും പറഞ്ഞു. ഞാൻ പാൻ ഇന്ത്യൻ ആണല്ലോ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. ഈ ഓണം മാസോണം കല്യാണിയോടൊപ്പം 2 സിനിമയല്ലേ? അപ്പൊ എല്ലാത്തിനും പരസ്യം ഈ ഓണം മാസോണം. അപ്പൊ ഈ ഓണം മാസോണം കല്യാണിയോടൊപ്പം. എന്ത് കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഈ ഓണത്തിന്റെ സ്റ്റാർ കല്യാണിയാ അല്ലേ? അതെ, മോള സ്റ്റാർ. 2 പടം അല്ലേ? ഓണത്തിന് 2 പടം. ആർക്കങ്ങനെ കിട്ടുക? ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ആർക്കും ഉണ്ടാവാത്ത ഭാഗ്യം കേട്ടോ. തീർച്ചയായിട്ടും അതെ. എനിക്കൊരു കമന്റും ഇല്ല. ഞാൻ അത്ര സ്ട്രെസ്സിലാണ്. അല്ല, സത്യസന്ധമായി തന്നെ ഈ സിനിമ 2 സിനിമ ഒരേ സമയത്ത് ഇറങ്ങുന്ന ഒരു ഹീറോയിൻ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച്. ഇത് ഫാക്റ്റ് ആണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ മീൻ ഇത് അങ്ങനെയല്ല പ്ലാൻ ചെയ്തത്. ഒരിക്കലും അല്ല. സോ ഇങ്ങനെ ആയി, അത്രേ ഉള്ളൂ. അങ്ങനെ വന്നു അല്ലേ? ഈ പേര് പോലെ ലോകമാണ്, ലോകം അങ്ങനെയാണ്. എല്ലാം രാസോപ്പിച്ചങ്ങ് പോകാൻ കുഴപ്പമില്ലല്ലോ. ഇക്കടെ ഇഷ്ടം പോലെ ഒന്നും പിടിക്കണില്ല. കുഴപ്പമില്ല. ഓക്കെ അല്ലേ? എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും അല്ലേ? ഫഹദിനോടൊപ്പം നിസ്ലിനോടൊപ്പം. അത് കല്യാണി ഒരു ഭാഗ്യം ചെന്ന ഒരു നടിയാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതാണ്. മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 2 സിനിമ ഒരുമിച്ച് വരുന്നതും. എന്തായാലും ഈ സിനിമ, ഈ സൂപ്പർ ഹീറോ സിനിമകൾ ഒത്തിരി ഉണ്ടല്ലേ? സൂപ്പർ ഹീറോ സിനിമകളാണ് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ്. സൂപ്പർ ഹീറോ സിനിമകൾ ഇഷ്ടമാണ്. അങ്ങനെ പോകുമ്പോൾ ഏത് സൂപ്പർ ഹീറോയിലേക്കാണ് പോവുക? ഓഫ്കോഴ്സ് എനിക്ക് സൂപ്പർ ഹീറോ ഫിലിംസ് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആക്ച്വലി ഡെഡ്പൂൾ ആണ്. കാരണം എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. സോ ആക്ച്വലി ചെയ്യാൻ കൂടുതൽ ആക്ഷനാണ്, പക്ഷെ കാണാൻ കൂടുതൽ ഹ്യൂമറാണ്. സോ എനിക്ക് ആക്ച്വലി ഡെഡ്പൂൾ ആണ് ഫേവറേറ്റ് ഹീറോ, സൂപ്പർ ഹീറോ. ഈ കഥാപാത്രം എടുക്കുമ്പോൾ കുറച്ച് തയ്യാറെടുപ്പ് എന്തായാലും ഉണ്ടാകണം. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എന്താണ് എടുത്തത്? സോ ആക്ച്വലി ഇതിലെ ഫിസിക്കൽ പ്രിപ്പറേഷൻ ആയിരുന്നു ഏറ്റവും ഇൻറ്റൻസ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ പ്രോസസ്സും അതായിരുന്നു. ഓക്കെ, ആൻഡ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. കാരണം ഹൗ ഡു യു ട്രെയിൻ ടു ബി എ സൂപ്പർ ഹീറോ അല്ലേ?
സോ ഞങ്ങൾ ആക്ച്വലി ആദ്യം യാനിക് അടുത്താണ് സംസാരിച്ചത്. ആൻഡ് ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തത് യാനിക്കാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് വളരെ സിമ്പിളായിരുന്നു. ആദ്യം ഒരു ഒരു റിയൽ ഫൈറ്ററായി മൂവ് ആവാൻ കംഫർട്ടബിൾ ആവുക. ബേസിക്കലി ഒരാൾ ആദ്യമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആൻഡ് ഒരു പഞ്ചിൻ്റെ ബോഡി ലാംഗ്വേജിലൂടെ തന്നെ പറയാൻ പറ്റും ഒരാൾ സ്ട്രോങ് ആണോ ഇല്ലയോ എന്ന്. സോ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ജോഫിൽ കോച്ചിനെ മീറ്റ് ചെയ്തു. ജിംഖാന ബോയ്സിനെ ട്രെയിൻ ചെയ്ത് അതേ കോച്ചാണ്. ആൻഡ് കോച്ചാണ് എന്നെ ട്രെയിൻ ചെയ്തൊരു ഫൈറ്ററാക്കി കൊണ്ടുവന്നത്. ഓടുംകുതിര ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വി യൂസ് ടു വേക്ക് അപ്പ് അറ്റ് ലൈക്ക് 4 o'clock 4:30 in the morning ആൻഡ് ഇൻറ്റൻസ് ആയിട്ട് ട്രെയിൻ ചെയ്യുമായിരുന്നു. ആൻഡ് ഇതൊക്കെ എക്സോസ്റ്റിംഗ് ആണ്, ഡിഫിക്കൽട്ട് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്തു ആ പ്രോസസ്സ്. പക്ഷേ ഇതൊരു ബേസ് മാത്രമാണ്, ആൻ ഇമ്പോർട്ടൻറ്റ് ബേസ്. പക്ഷെ ഞങ്ങളൊരു സ്പോർട്സ് സിനിമ അല്ല ഉണ്ടാക്കുന്നത്. ഈ സൂപ്പർ ഹീറോ ആക്ഷൻ എന്ന് പറയുന്നത് വേറൊരു സംഭവം തന്നെയാണ്. അതിൻ്റെ മീറ്ററും സ്കിൽ സെറ്റും വേറെയാണ്. ബേസിക്കലി ഫ്ലൈയിങ്, ഹാർനസസ്, വാൾസിലിടിക്കുക, ഹൈറ്റിൽ നിന്ന് ചാടുക, എല്ലാം കുറച്ച് ഹൈറ്റിട്ടാണല്ലോ. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് ടീം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആൻഡ് ഈ റോപ്സും ഹാർനസൊക്കെ കംഫർട്ടബിൾ ആവാൻ വേണ്ടി, എനിക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടി അവർ ഷൂട്ട് വരെ പോസ് ചെയ്തിട്ടുണ്ട്, ബേസിക്കലി എന്നെ പറക്കാൻ പഠിപ്പിക്കാൻ. സോ എല്ലാ സ്റ്റൺസും അല്ലെങ്കിൽ മാക്സിമം സ്റ്റൺസും ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഐ മീൻ സ്റ്റൺസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആയി അഭിനയിക്കുന്നത് എന്ത് കാര്യമാണ്. സോ പക്ഷെ ടീമിൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കൃത്യമാണ്. ഒരു ടീമെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സിനിമയുടെ ഒരു വിജയം ഉണ്ടാകുന്നത്. ചന്തു, ഈ കല്യാണിയെ സംബന്ധിച്ച് നമുക്ക് കല്യാണിയുടെ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കല്യാണി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പ്രിയൻ സാറിന് ഓർമ്മ വന്നിട്ട് കല്യാണിയിലേക്ക് നമ്മൾ എവിടെ ഓടിയെത്തിയാലും അത് അച്ഛനൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളതാണ് പ്രിയൻ സാറിന് കാര്യങ്ങളൊക്കെ. കല്യാണിയോടൊപ്പം ഒരു സിനിമ അഭിനയിക്കുക എന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നി? വളരെ സന്തോഷം തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ പിന്നെ അല്ലേ മോളെ, അത് മോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് അരുൺ ചേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് പോരുന്ന എൻ്റെ കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ കയറി പോയതാ ഞാൻ. അത്ര സിമ്പിളായിരുന്നു എൻ്റെ ലോകയിലേക്കുള്ള വരവ്. വിവേകൻ്റെ ഇത് പറഞ്ഞിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ പുള്ളിയാണ് എന്നെ ഇങ്ങനെ, ഞങ്ങൾ സിനിമയ്ക്ക് പോയായിരുന്നു. ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളിവിടെ മഞ്ഞുമല്ല് വർക്ക് ചെയ്തിട്ടുണ്ട്. വിവേകേട്ടൻ മഞ്ഞുമല്ല് വർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കോൺടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇയാൾ കാസ്റ്റിംഗ് ഡയറക്ടർ ആണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ദിവസം ഞാൻ വാഴയെന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടമുണ്ട്, അത് കാരണം തിയേറ്ററിൽ പോയപ്പോൾ വിവേകനെ അടുപ്പുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഹായ് എന്ന് കാണിച്ചു. പുള്ളി ഇങ്ങനെ എന്നെ നോക്കി, ഓ ഇവൻ എന്നെ ഓർമ്മയുണ്ടല്ലേ. അപ്പോൾ ഞാൻ സംസാരിച്ചു. പുള്ളി വിചാരിച്ചു ഞാൻ കുറച്ച് ജാടയൊക്കെ ആയിരിക്കും. മഞ്ഞുമല്ല സമയത്തൊക്കെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ കിട്ടും. അങ്ങനെ പുള്ളി അന്ന് വൈകിട്ട് അരുൺചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ക്യാരക്ടർ ഇയാൾ ചെയ്താൽ കുഴപ്പമുണ്ടാവുന്ന ചോദിച്ചപ്പോൾ അങ്ങനെ അരുൺചേട്ടൻ അന്ന് തന്നെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. പിറ്റേ ദിവസം കയറി പോന്നു, വണ്ടി കയറി വിട്ടു ലോകത്തിലേക്ക്, ലോകയുടെ ലോകത്തിലേക്ക് പോയി. പിന്നെ ഒരു 6 മാസം ഞങ്ങൾ അല്ല, എനിക്ക് വന്നത് തൊട്ട് കല്യാണം എടുത്ത് എന്ത് പറഞ്ഞപ്പോഴും ചന്ദ്ര മോളെ എന്നുള്ളൊരു വിളിയുണ്ട്. അപ്പൊ അതിനൊരു കഥയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് സെറ്റില് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് മോളെ വിളിക്കുന്നത്. മോളെ അത് ലാലേട്ടന്റെ ഒരു എല്ലാവരും ലാലേട്ടനായിരുന്നു. കാരണം ഈ ലാലേട്ടനെ പോലെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും പറയാം നമുക്ക്. ഒരാളോട് എന്തും പറയാം. ഒരാളെ ചീത്ത പറഞ്ഞാലും ലാലേട്ടനെ പോലെ സംസാരിച്ചാൽ അയാൾക്ക് വിഷമവും. ലാലേട്ടൻ എന്ത് പറഞ്ഞാലും നമുക്ക് കേട്ടോണ്ടിരിക്കും. അത് ഞാനത് ആക്ച്വലി അത് പയറ്റി തെളിഞ്ഞൊരു സാധനമാണ്. അതിപ്പോൾ കോസ്റ്റ്യൂമിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവരെ കോസ്റ്റ്യൂം ശരിയായില്ല, എന്തെങ്കിലും ശരിയായില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചീത്ത പറയണമെന്നുണ്ടെങ്കിൽ ലാലേട്ടനെ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഹാപ്പി, ഞാനും ഹാപ്പി. എനിക്ക് ചീത്ത പറയാനും പറ്റും, അവനത് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ലാലേട്ടനെ പോലെ സംസാരിച്ചു എന്താ മോനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഓക്കെ. പക്ഷെ എന്റെ ടോണി പറഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വിഷമവും. പക്ഷെ ലാലേട്ടൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു വിഷമമില്ല. പോസിറ്റിവിറ്റി. കല്യാണിയും അപ്പം എന്താ മോനെ എന്ന് തിരിച്ചു വിളിക്കാറുണ്ടല്ലോ അല്ലേ? പിന്നെ ഞങ്ങളെല്ലാവരും മൊത്തം സെറ്റ് അങ്ങനെയായിരുന്നു, തമാശക്ക് വേണ്ടി. അതാണ് തമാശയാണ്. അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്ക് സെറ്റിൽ ഏറ്റവും എന്റർടൈൻമെന്റ് ഉണ്ടാവുള്ളൂ. അല്ല നമ്മളങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുകൊണ്ട് കാര്യങ്ങളില്ലല്ലോ. അപ്പൊ ആ ഒരു പറ്റം പിടിച്ചാണ് പോയത്. അതെ, ഞാൻ പിന്നെ കല്യാണം ഒരു കാര്യം പറഞ്ഞു വെച്ചാല്, ഞാൻ ഒരു ദിവസം സെറ്റിൽ ചെന്നപ്പോ ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണി അവിടെ നിന്ന് പണിയെടുക്കുന്നത് കാണാന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഹോബി. ഭയങ്കര പണിയാണ്.
കല്യാണി വെളുപ്പിനേക്ക് വരും. വെളുപ്പിന് വന്ന് എയർ ചെയ്യണം. കൂടുതൽ തള്ളണ്ട ഇല്ല ഇത് ഒറിജിനല്ല. അല്ല തള്ളല്ല, ഇത് സത്യമാണ്. അപ്പൊ അത് മോള് വിനയം കൊണ്ട് പറയണ. അപ്പൊ ഈ വെളുപ്പിന് വന്ന് നിക്കണം. ഒരു എന്തായാലും ഒരു 5 മണിക്കൊക്കെ വരണം അല്ലേ? സെറ്റിൽ 5 മണിക്കൊക്കെ വരണം. ഹെയറൊക്കെ കുറെ ലുക്ക് പിടിക്കാനുണ്ട് കുറെ. ഞങ്ങക്ക് 8 മണിക്ക് വന്നാൽ മതി. ഞങ്ങക്ക് കുളിക്കൊന്നും വേണ്ട. രാവിലെ വന്നാൽ ഡ്രസ് ഇട്ട് അവിടെ വെക്കും ഞങ്ങള് 3 പേരും. ഞങ്ങക്ക് ഇത്ര പരിപാടിയുള്ളൂ. ഈ 5 മണിക്ക് വരും. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ഇടയ്ക്കിടയ്ക്കാണ്. വല്ലപ്പോഴൊക്കെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുള്ളൂ. ഞാൻ നസ്ലിനും കുര്യനൊക്കെ. അപ്പോൾ കല്യാണം അവിടെ ഫുൾ ടൈം സെറ്റിൽ ഉണ്ടാവും. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ പുള്ളിക്കത് ഫുഡൊന്നും കഴിക്കുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് ചോദിച്ചു. ഇല്ല കഴിച്ചിട്ടില്ല. അപ്പൊ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു ഇങ്ങനെ കറങ്ങണം, ഏറിക്കിടന്ന് കറങ്ങണം. അപ്പൊ ഞാൻ അതുകൊണ്ട് ഫുഡ് കഴിക്കാതിരിക്കുക, അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശതിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ. അത് ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോഴും ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല കഴിച്ചിട്ടില്ല. അപ്പൊ എന്താ കഴിച്ചപ്പോ ഏറിക്കിറങ്ങി കടക്കുമ്പോ ഇതെടുത്തോണ്ടിരിക്കുക, തീർന്നിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അത് മറ്റേക്ക് ഞാൻ മറിച്ച ക്യാമറ വെച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുക്കണമല്ലോ. അപ്പൊ ഇത് കൊറേ ഇത് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ. ഞാൻ വൈകുന്നേരം കഴിയുമ്പോഴും ഇനി ജീവനുണ്ടാവും അവിടെ ചെല്ലുമ്പോ. കാരണം ഇത് ഒന്നും കഴിക്കാതെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ഭയങ്കര പണിയത്. ഇത് റോപ്പ് ഇട്ടിട്ടെന്ന് വെച്ചിട്ട് ബോട്ടിന്റെ ഷോട്ട് ആയിരുന്നു. സോ കുറെ ടേക്സ് പോകും. അത് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഫോക്കസ് പോയാലോ എന്താണെങ്കിലും ഒക്കെ അപ്പൊ പിന്നെ റീടേക്ക് കൊണ്ട് വരും. അപ്പൊ പുള്ളിക്കാരി അപ്പൊ തന്നെ യെസ് കമോൺ നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോകും. ഞാനപ്പോ ഇങ്ങനെ ഇത് പണ്ടിറങ്ങാനായിട്ട് ഇത് ഭയങ്കര പ്രശ്നമുള്ളത്. ഭയങ്കര ആത്മാർത്ഥത. ഇത്ര ആത്മാർത്ഥത സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്കൊന്നും ഇത്ര ആത്മാർത്ഥത ഇല്ല കേട്ടോ. കാരണം ഭയങ്കര പാടാണ് അങ്ങനെ ചെയ്യാനറിയോ. എനിക്ക് നിങ്ങളെ പോലെ കഴിവുകളൊന്നും ഇല്ല. സോ ഇത് ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നു. അല്ല അല്ല ഞാൻ കല്യാണത്തെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ലൊക്കേഷനിൽ ഏറ്റവും ആദ്യം എത്തുന്ന ഒരാളാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. സിനിമ ഞാൻ പഠിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ 5 മണിക്ക് ഷൂട്ട് വേണ്ടി കല്യാണി എത്ര മണിക്ക് എഴുന്നേക്കണം? ഒരു 3:30 മണിക്കെങ്കിലും എഴുന്നേക്കണം അല്ലേ? 4 മണിക്ക് അവിടെ നിന്ന് മേക്കപ്പ് വേണമെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറോ. അപ്പൊ ആ സമയത്ത് എഴുന്നേക്കണം. അത് ഇപ്പം ചന്ത പറഞ്ഞ എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെ എല്ലാവരും അങ്ങനെ വന്നൊന്നുമില്ല. ഒരിക്കലും ഇല്ല. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഒരിക്കലും ഉണ്ടാവില്ല. പൊളിയാകില്ല. ആ വഴിക്ക് കുറച്ചങ്ങ് പോയി, ഈ വഴിക്ക് അങ്ങ് വരട്ടെ. ഇതിങ്ങനെ കമോൺ കമോൺ കയറി വരും അല്ലേ? എന്നൊന്ന് പൊളിച്ചേക്കാം. കല്യാണിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ട സിനിമകൾ വ്യത്യസ്തമായ സിനിമ. ഇതിൽ വരുമ്പോൾ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സൂപ്പർ സിനിമകൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ സിനിമ ഏതായിരിക്കും? ഞാൻ അധികം സൂപ്പർ ഹീറോ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ അതിനോട് അത്ര വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാവും. പിന്നെ ലാംഗ്വേജ് ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കണ്ടത് ബാറ്റ്മാൻ, സൂപ്പർമാൻ അങ്ങനത്തെ എല്ലാവർക്കും അറിയാം. ഒരു ബാറ്റ്മാൻ ഒക്കെ ആയിരിക്കും. ആ റൂട്ടാണ് പഠിക്കുന്നത്. ആ റൂട്ടാണ് പഠിച്ചത്. ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കഥ കേൾക്കുന്നു, ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ഈ സിനിമ വേറെ യാത്രയാണ് അല്ലേ? നമ്മൾ കാണാത്ത ടൈപ്പ് ഒരു യാത്രയിലേക്ക് പോകണം. നമ്മൾ സിനിമകൾ നേരത്തെ കല്യാണം പറഞ്ഞാൽ പല സിനിമകളും കണ്ടിട്ടുണ്ട്. എനിക്ക് പ്രവാസത്തിൻ്റെ കൽക്കി ഉൾപ്പെടെ ആ സിനിമകൾ എത്തുമ്പോൾ അതൊക്കെ ആ റൂട്ട് നമ്മൾ കണ്ടുപോയിരിക്കണം. ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇത്തരം സബ്ജക്റ്റ് എങ്ങനെയാണ് പ്രഷർ ഏറ്റെടുക്കുന്ന ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. പ്രഷർ എന്നും ഇരുകൈ നീട്ടിയ സബ്ജക്റ്റുകളാണ് ഇത്തരം സിനിമകൾ. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ കുറച്ച് കുറവായിരിക്കുമല്ലോ ഈ പരിപാടി. അപ്പം ഉടൻ ഏറ്റെടുക്കുന്ന തന്നെ ആണ് ആഗ്രഹിക്കുന്നത്. അച്ചടി ഭാഷയാണോ അവിടെ? ശ്രമിക്കുക ഞാൻ. അടുത്തേക്ക് പിന്നെ അടുത്ത ചോദ്യം പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ആയിരുന്നല്ലോ ലൊക്കേഷനിൽ. ഞാൻ സഭ ആക്കിയൊരു ഭയങ്കര ഭാവമാണ്. പക്ഷെ സിനിമയില് സഭ അടിപൊളിയാണ്. ആക്ച്വലി സഭ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടി ചെയ്തേക്കുന്നു പടത്തില്. ഭയങ്കര ഡിഫറെന്റ്. അത് കണ്ട എഡിറ്റർ ചമനൊക്കെ പറഞ്ഞിരുന്നു. അതെ, ആക്ച്വലി ഇതൊരു സീരിയസ് ക്യാരക്ടറാണ്, പക്ഷെ പ്ലേ ചെയ്തത് കുറച്ച് കോമിക്കലി ആയിട്ടാണ്. അത് ആ ഒരു ചോയ്സ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഇറ്റ്സ് നൈസ്. അല്ല, ഓരോ സിനിമകളും സമയത്ത് ഓരോ സിനിമകളും എടുത്തു വെക്കാലും ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. ആദ്യ സിനിമ എന്നുള്ള ഒരു വരവ് തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അതിലൊരു ഡയലോഗ് അല്ല ഏറ്റവും ഹിറ്റായത്? ഈ സെറ്റിൽ സേഫ് ആയിരുന്നു. സജേട്ടൻ ഒരിക്കലും സേഫ് ആകരുത്. എപ്പോഴും പറയുന്നുണ്ടല്ലോ സജേട്ടൻ സേഫ്. അപ്പൊ പറഞ്ഞു കല്യാണി ഇവിടെ സേഫ് അല്ല, അത് മോനെ എന്ന് വിളിച്ചു. മോളെ ഇവിടെ അങ്ങനെ ഇല്ല. ഞാൻ ആ സിനിമയോട് അത് ഞാൻ പറയൽ നിർത്തി. ഇതേപോലെ ഇന്റർവ്യൂസ് ഒക്കെ പിന്നെ ഇതൊക്കെ ചോദിക്കും. ഫസ്റ്റ് എന്നോട് ചോദിക്കുന്ന ചോദ്യം സജേട്ട ഇവിടെ സേഫ് അല്ല, എങ്ങനെയാണ് സേഫ് ആണോ, അങ്ങനെ പറയാറുണ്ടോ, കേൾക്കാറുണ്ടോ എന്നൊക്കെ. ഞാൻ പറച്ചില്ല
ആ സിനിമയോട് കൂടി ഞാൻ നിർത്തിയതാണ്. പിന്നെ പറയിപ്പിക്കലേ ഉള്ളൂ. അല്ല ഇപ്പോഴും ആ കഥാപാത്രത്തിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ. അതെ. നമുക്ക് ഓരോ സിനിമകളും ഓരോ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. അത് എത്ര സിനിമ ചെയ്താലും അതിൽ നിന്നും മാറാൻ വലിയ പാടായിരിക്കും. ആ ഒരു സിനിമയാണ് ഇവിടം വരെ എത്തിച്ചു നിർത്തിയത്. അതെ, നമ്മൾ വന്ന വഴിയാണല്ലോ. അപ്പൊ അതെല്ലാവരും ചോദിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതില് വിഷമവും ഇല്ല. അതെ അതെ, പറയിപ്പിക്കുമ്പോൾ പറയാറുണ്ട്. ആ സന്തോഷമാണ്. കല്യാണിയിൽ കണ്ട ഒരു പ്രത്യേകത അവിടെ എന്തായിരുന്നു? ഞാൻ അധികം ദിവസം ഉണ്ടായിരുന്നില്ല. ഉള്ള ദിവസം വളരെ കുറച്ച് ദിവസം. ഉള്ള ദിവസം വളരെ പ്രത്യേകത എന്താ? കല്യാണി പറഞ്ഞു തരാൻ എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇത് ഒബ്സർവ് ചെയ്തിട്ടും ഇല്ല പരിപാടി. എന്തായിരിക്കും പ്രത്യേകത? ആകെ പക്ഷെ എനിക്ക് കോമ്പിനേഷൻ കൂടുതൽ ആക്ച്വലി കല്യാണി. നമ്മള് കോമ്പിനേഷൻ ഇല്ല, ഉള്ളത് കൂടുതൽ ഇവിടെയും. അതെ, രണ്ട് ഇമ്പോർട്ടന്റ് സീൻസ് ഉണ്ട്. പക്ഷെ അതിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ റെസ്പോൺസിന് ഞാൻ വെയിറ്റിംഗ് ആണ്. ആ ഒരു രണ്ട് ഇമ്പോർട്ടന്റ് സീൻസ് ഉണ്ട്. സോ യാ, അത് ആക്ച്വലി സിനിമയുടെ രണ്ട് ടേണിംഗ് പോയിന്റ്സ് ആണ്. സോ യാ, പ്രത്യേകത പറയണമെന്നുണ്ടെങ്കിൽ ആ സീനും കൂടി പറയാം. അതുകൊണ്ട് പറയണ്ട, അതിലേക്ക് നമുക്ക് കടക്കണ്ട. അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. രക്ഷപ്പെടുത്തി. കല്യാണം രക്ഷപ്പെടുത്തി. അതാണ് എന്റെ വ്യത്യാസം. ഓരോ സിനിമയ്ക്കും ഓരോ തയ്യാറെടുപ്പുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ ഓരോ സിനിമയ്ക്കും ഓരോ തയ്യാറെടുപ്പ്. ഇതിൽ ആക്ഷൻ സീനുകളാണ്. ആക്ഷൻ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, എനിക്ക് തോന്നുന്നു ഈ സിനിമ കുട്ടികൾ ശരിക്കും ഏറ്റെടുക്കേണ്ട ഒരു സിനിമയായിട്ട് മാറും. ഫാമിലി വരുമ്പോൾ അതിൻ്റെ കുട്ടികൾ, ആ കുട്ടികളായിരിക്കും ഈ സിനിമയെക്കുറിച്ച് ഇനി പുറം ലോകത്ത് പറയേണ്ടതാണ് എൻ്റെ ഒരു ചിന്താഗതി കേട്ടോ. ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴും ഇങ്ങനെയാണ് യാത്ര എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കുട്ടികളായിരിക്കും ഇനി പറയുന്നത്. അടുത്ത പേരൻസിന് നമുക്ക് പോകണം, ഫാമിലിയായിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. സിനിമ കണ്ടാലേ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റില്ല, സിനിമ കണ്ടാലേ പറയാൻ പറ്റും. ഈ ഫൈറ്റ് സീനുകളൊക്കെ എനിക്കൊന്ന് ഫൈറ്റ് സീനുകൾ ഇഷ്ടമാണ് എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് വലുതായിരിക്കും അല്ലേ? നമുക്ക് ഭയങ്കര റിസ്ക് ആണ്. എപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ആഗ്രഹം, ഗ്രൂപ്പ് പോലും വേണ്ടാന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കല്യാണി എന്ന് എൻ്റെ മനസ്സിൽ. നേരത്തെ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ്, ഈ കഥാപാത്രത്തിലേക്കുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് വേണ്ടി വന്നു. യെസ്, ഫിസിക്കലി വേണ്ടി വന്നു, മെന്റലിയും വേണ്ടി വന്നു ആക്ച്വലി പറഞ്ഞ. ആൻഡ് ആക്ച്വലി ഈ സിനിമയുടെ ഇമോഷനും മെന്റൽ പ്രെപ്പും കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം ചന്ദ്രയുടെ ക്യാരക്ടർ ഡോമിൻ്റെയും നിമിഷിൻ്റെയും മൈൻഡിൽ കുറേ നാളായിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിലെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഗ്രൗണ്ടഡും റിലേറ്റബിളും ആണ്. പക്ഷെ ചന്ദ്ര വാസ് മെൻറ്റ് ടു ബി ഡിഫറെൻറ്റ്. അവൾ കുറച്ചുകൂടെ മിസ്റ്റീരിയസും എനിഗ്മ എന്ന് പറയൂലേ, അത് മലയാളത്തിന്റെ വാക്ക് എനിക്കറിയില്ല. ശരി, ഓക്കെ. പക്ഷെ ബേസിക്കലി അവളൊരു എനിഗ്മയാണ്. ഓക്കെ, അറിയോ? അത് കാണുന്നവര് ഗൂഗിളിൽ നോക്കട്ടെ, ഇൻഫോർമേറ്റീവ് സെഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓ, ഞാനും രക്ഷപ്പെട്ടു. എനിക്കും അറിയില്ല ഇതെന്താ. ഇല്ല, ഓ നിങ്ങൾക്ക് 3 പേർക്ക് അറിയാത്ത എനിക്കറിയാം. ശരി, എന്നാ ഞാൻ അതുകൊണ്ട് നമുക്ക് 3 എനിക്കറിയാവോ. ഇതാണ് ഇവിടെ സേഫ് ആണോ നമ്മൾ ചോദിച്ചോണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, ബട്ട് ഓക്കെ. സോ ഞാൻ ബേസിക്കലി ഡോമിന്റെ മൈൻഡിൽ ചന്ദ്രനെ പറ്റി ഒരു സ്പെസിഫിക് വിഷൻ ഉണ്ടായിരുന്നു. അവള് എങ്ങനെയാണ് നടക്കുന്നത്, ദ വേ ഷീ സ്പീക്സ്, ദ വേ ഷീ ലുക്സ് അറ്റ് പീപ്പിൾ. ആൻഡ് സത്യം പറഞ്ഞാൽ ആ വിഷനും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ലൈക്ക് നോട്ട് ഈവൻ 1%. ബേസിക്കലി ചന്ദ്ര കുറച്ച് എനിഗ്മ എന്ന് വെച്ചാൽ ചന്ദ്ര കുറച്ച് ഇമോഷണലി നമ്പാണ്. ആൻഡ് നമുക്ക് എളുപ്പത്തിൽ ചന്ദ്രയുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ബേസിക്കലി. ആൻഡ് സ്വയം ഉള്ളിൽ ഒതുക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ അവളുടെ കണ്ണുകൾ പോലും ഒന്നും വിട്ടുതരില്ല. അതാണ് ആക്ച്വലി എനിഗ്മ. ഒരു മിസ്റ്റീരിയസ് ഇമോഷൻസും നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവാത്തൊരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ് ഒരു എനിഗ്മ. സോ അതുകൊണ്ട് എനിക്ക് ചന്ദ്രനെ ഇമോഷണലി ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു. സോ യാ, സോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചന്ദ്ര ആക്ച്വലി മൊത്തം ഡോമിൻ്റെ ഡയറക്ഷനാണ്. ആൻഡ് അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഐ തിങ്ക് ഇറ്റ്സ് ദ മോസ്റ്റ് ഡിഫറെൻറ്റ് ഐ എവർ ബീൻ ഓൺ സ്ക്രീൻ. അതുകൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആണ്, പക്ഷെ കുറച്ച് നെർവസ് കൂടെ ആണ്. കുറേ ഡെലിവറി ചോയ്സസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ചന്ദ്രയ്ക്ക് വേണ്ടി.
അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. ഈ ഡയറക്ടർ ഇന്ന് ഇപ്പൊ ഡോമിനിയുടെ കാര്യം പറഞ്ഞു, അല്ല നമ്മുടെ ക്യാമറാമാന്റെ കാര്യം പറഞ്ഞു, ഇവര് പറഞ്ഞു തരുന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഇതും കൂടെ ചെയ്താൽ കൊള്ളാമായിരുന്നു പല പ്രാവശ്യം അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടോ? സോ യൂഷ്വലി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ക്യാരക്ടർ ഞാൻ പറഞ്ഞ പോലെ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. സോ അതെനിക്ക് അവിടെ ആയിരുന്നു എൻ്റെ ഒരു ലൈക്ക് സ്ട്രഗിൾ. അതുകൊണ്ട് ഞാൻ അവർ ഗൈഡ് ചെയ്യുന്ന വെച്ചാണ് പെർഫോം ചെയ്തത്. ആക്ച്വലി ഈ സിനിമയിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ കുറച്ച് കുറവാണ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ഇമോഷണൽ കോൺട്രിബ്യൂഷൻ കുറവാണ്. ഞാൻ അവരെന്നെ ഗൈഡ് ചെയ്ത് വെച്ച് മാത്രമാണ് ഞാൻ പെർഫോം ചെയ്തത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു കല്യാണിക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡികളാണ്. അത് ഐ തിങ്ക് സബ് കോൺഷ്യസ്ലി എൻ്റെ അച്ഛൻ്റെ ഒരു ഇതാണ് ബേസിക്കലി. പ്രിയൻ സാറിന് നമുക്ക് പിന്നെ കോമഡി പ്രിയ സാർ ചെയ്ത സിനിമകൾ എടുത്ത് നോക്കുമ്പോഴും എല്ലാം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അച്ഛൻ സീരിയസ് അല്ല, അതിലും ഇഷ്ടം നമുക്ക് ലാലേട്ടന്റെ ഒരു കൊമ്പയിലുള്ള സിനിമകളാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം വരുന്നത്. അതാണ് ഇഷ്ടവും. പക്ഷെ അതിൽ നിന്നും മാറി ഇങ്ങനത്തെ ചെയ്യുമ്പോഴാണ് ഒരു ചലഞ്ച് ആവുന്നത് അല്ലെ? ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതാണ് ഏറ്റവും വലുത്. അങ്ങനെ പറയാം, മേ ബി. അങ്ങനെയാണ്, ഒരു മാറ്റമില്ല. ഈ ഇപ്പം ഫഹദിൽ നിന്നും നെസ്ലിനിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? ഫഹദ് ഒരു യാത്ര വേറെ, നെസ്ലിൻ വേറെ യാത്ര. രണ്ടും വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ഓക്കെയാണ്. പക്ഷെ നെസ്ലിൽ നിന്നും കണ്ട അന്ന് ഫഹദിനോട് നെസ്ലിൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പോലെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മാറ്റങ്ങൾ. സോ മാറ്റങ്ങൾ എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തത്. നസ്ലിൻ ഭയങ്കര ടാലന്റഡ് ആണ്, സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്, മൊത്തത്തിൽ അടിപൊളിയാണ്. ആൻഡ് വർക്കിൽ ഭയങ്കര ഓണസ്റ്റ് ആണ്. ജീവിതത്തിലും അത് കറക്റ്റ് അറിയാവുന്ന ഇവിടെ ഉള്ളൂ, അതാണ് ജീവിതത്തിലും പറയാൻ പറ്റുള്ളൂ. അതെ. സോ ആൻഡ് ഓണസ്റ്റ്ലി നസ്ലിന്റെ എന്താ പറയാ, വിജയത്തിന്റെ രഹസ്യം എനിക്ക് മനസ്സിലാവാൻ പറ്റും. ബിക്കോസ് അത്രയും ആസ്വദിച്ചാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് ആ പാഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ സീൻ ചെയ്യുമ്പോഴും അത് ഭയങ്കര എളുപ്പമാണ്. സോ ഇറ്റ് വാസ് റിയലി നൈസ് വർക്കിംഗ് വിത്ത്. ഇതിൽ സൂപ്പർ ഹീറോ ആരാന്ന്, സൂപ്പർ എങ്ങനെയാണെന്ന് കാണുന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതിനുശേഷമായിരിക്കും കൂടുതൽ നമുക്ക് ചോദിക്കാനും പറ്റുള്ളൂ സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങൾ. പക്ഷെ എനിക്കൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഇതൊരു അവെഞ്ചേഴ്സ് അല്ല, ഒരു എക്സ്മെൻ അല്ല, ഒരു ഡ്യൂൺ അല്ല. ഓക്കെ, ഇത് ബേസിക്കലി ബിക്കോസ് എല്ലാവരും ആ സിനിമകൾ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ഇത് ആക്ച്വലി സൂപ്പർ ഹീറോ എലിമെന്റ്സും മലയാളികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എലമെന്റ്സും കമ്പൈൻ ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിനിമയാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടറും ഒരു വണ്ടർ വുമനോ സ്കാർലെറ്റ് വിച്ചോ ബ്ലാക്ക് വിഡോ അല്ല. അവള് കുറച്ച് ഡിഫറെന്റ് ആണ്. നിങ്ങൾ കാണാൻ പോകുന്ന ഒരു മലയാളം സിനിമയാണ്, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മലയാളം സിനിമ എന്ന് പറയാം, പക്ഷെ ഒരു മലയാളം സിനിമയാണ്. അതാണ് പറഞ്ഞത്, നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്തൊരു മലയാള സിനിമ നമ്മൾ കാണാൻ പോകും. അങ്ങനെയല്ല, അത് മാത്രമല്ല അങ്ങനത്തെ സിനിമകൾ കാണണമെങ്കിൽ നമുക്ക് അത് പോയി കണ്ടാൽ മതിയല്ലോ. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടിയാണ്. മലയാള സിനിമയിൽ കാണാത്ത പരിപാടി അങ്ങനെ ഇല്ല. മലയാള സിനിമയിൽ നിന്നും അല്ല, സിനിമകളിൽ അങ്ങനെ പൊതുവെ കാണാത്ത തരത്തിലുള്ള ഒരു സ്റ്റോറിയാണത്. അത്തരം ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തിയേറ്ററിൽ നിന്ന് വരാം. അതെ അല്ലേ? ഉറപ്പായിട്ടും അതാണ് കറക്റ്റ്. ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. ഈ ചന്തു ഈ നേരത്തെ പറഞ്ഞ ഈ സിനിമ ഇങ്ങനെ വണ്ടി വിളിച്ചു കയറ്റി വണ്ടി കയറി പോയ ഒരാളാണ്. അതുപോലും കേൾക്കണം, വണ്ടി കയറി യാത്ര ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കഥ തന്നെ കേൾക്കുന്നത്. ആ കഥ കേട്ട് കഴിയുമ്പോൾ ഇത്തരം സബ്ജക്റ്റുകൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ മലയാളികൾ എങ്ങനെയാണ്, ഈ കല്യാണിയാണ് ഇതിനകത്ത്, അതൊക്കെ അപ്പോഴായിരിക്കും പറയുന്നത് അല്ലേ? അതെ അല്ലേ? എനിക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പടം നടപ്പുണ്ടെന്നുള്ള കാര്യം, തുടങ്ങാൻ പോകുന്നു എന്നുള്ളതൊക്കെ അറിയാമായിരുന്നു എനിക്ക്. ബാക്കിയെല്ലാം അവിടെ കഥ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നതൊക്കെ. ഇതിന്റെ ഒരു കമ്പനിയുടെ വലിപ്പമാണ്, ദുൽഖർ കമ്പനിയാണ് അല്ലേ? ആ സിനിമ എടുക്കുന്ന ദുൽഖർ കമ്പനി എന്ന് പറയുമ്പോൾ അതിനൊരു വലിപ്പം ഉണ്ടാകും. അതിന് എല്ലാം കൊണ്ടും ആ സിനിമയ്ക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ അവർ ചെയ്യുന്ന എല്ലാ മാർക്കറ്റിംഗും വലുതായിരിക്കും. അങ്ങനെയൊക്കെ ഒരു കമ്പനിയുടെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനം വേറെയാണ്. എനിക്ക് തോന്നുന്നു അച്ഛനൊക്കെ ആയിട്ട് മമ്മൂക്കായിട്ടാണെങ്കിലും ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഈ കമ്പനിയിൽ ആദ്യമായിട്ടായിരിക്കും ഈ സിനിമയ്ക്ക് വരുന്നത്. അതെങ്ങനെയുണ്ടായിരുന്നത്? അല്ല, അങ്ങനെ ഒരു എനിക്ക് ദുൽഖറിനെ ഞാൻ ആദ്യം കാണുന്നത് മറ്റേ യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ പടത്തിന്റെ സെറ്റിൽ വെച്ചിട്ടാണ്. അപ്പോഴും പുള്ളി ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട്, പുള്ളി വെറുതെ എന്നെയൊക്കെ വിളിച്ചിട്ട് എടാ വന്നു വിട്ടിരിക്കും എന്ന് പറഞ്ഞ് സംസാരിക്കും. പുള്ളിക്കൊന്നും ഒരു ആവശ്യമില്ല അന്ന് എന്നെ വിളിച്ചിരുത്തി സൈഡിലിരുത്തി സംസാരിക്കേണ്ടത്. പുള്ളി എന്നാലും വെറുതെ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അന്ന് കണ്ടാണ്. പിന്നെ ഞാൻ കാണുന്നത് ഈ ലോകയുടെ സെറ്റിൽ വന്നപ്പോഴാണ് കാണാനായിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ കണ്ടു, സംസാരിച്ച്. മമ്മൂക്കയും വന്നിരുന്നു സെറ്റിൽ.
ഫാമിലി മൊത്തം ഫാമിലി ആയിട്ട് വന്ന ദുൽഖർ എവിടെ? ലോകയുടെ സെറ്റിൽ വന്നില്ലേ? ആ പക്ഷെ അവര് ഒരുമിച്ചല്ലല്ലോ വന്നത്. മമ്മൂക്കും ദുൽഖറല്ല, ഫാമിലി അതെ, ആയിട്ട് അതെ. അവര് Yeah. ചേച്ചിയൊക്കെ ചേച്ചിയും വൈഫും. വൈഫ് എല്ലാവരുമായിട്ട് വന്നു. അങ്ങനെ അന്നാണ് കാണുന്നത്. പിന്നെ പുള്ളി എപ്പോഴും കൂളാണ് ഭയങ്കര. അപ്പൊ ആ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നതും പിന്നെ എനിക്ക് കൂടുതൽ കണക്ഷൻ മമ്മൂക്കേട്ടാ. മമ്മൂക്കയായിട്ടല്ലേ? സെറ്റിൽ വന്ന കാര്യം പറ. മമ്മൂക്ക സെറ്റിൽ വന്ന് ഭയങ്കര ആ കഥ പറയാം. കഥ അങ്ങനെ കഥയാന്ന് പറയാനൊന്നുമില്ല. മമ്മൂക്ക വെറുതെ നമ്മുടെ കൂടെ വന്നിരുന്നിട്ട് നമ്മുടെ കൂടെ അങ്ങ് ചില്ല് ചെയ്യാ. ഇതിന് എനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം ഒരു ടെക്നിക്കൽ ഷോട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് കറക്റ്റ്ലി വന്നപ്പോ ആ ഷോട്ട് കല്യാണി ഭയങ്കര ടെൻഷനായിരുന്നു വന്നിരുന്നപ്പോ. നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുവാണല്ലോ. പുള്ളിക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, നമുക്കാണ് ടെൻഷൻ മൊത്തം. നമ്മളിങ്ങനെ ഇങ്ങനെ എന്ത് പറയും, അടുത്ത പുള്ളി എന്ത് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചെന്ത് പറയുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. അങ്ങനെ ഫുള്ള് പുള്ളി വന്ന് ഇരുന്ന് പുള്ളി ഭയങ്കര ജോളിയായിട്ട് സംസാരിക്കുന്നത്. നമ്മുടെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇത് ഞാൻ പണ്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട്. അതേ സിനിമ എന്നറിയോ? അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു കൊള്ളാം അങ്ങനെ കൊറേ നേരം പുള്ളി ഒരു 1.5 മണിക്കൂർ ഇരുന്നു അവിടെ സെറ്റിലിരുന്നു. അത് വെറുതെ നമ്മളായിട്ട് സംസാരിച്ചിരിക്കാനുണ്ട്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനല്ല. അത് പുള്ളി ബാക്കിൽ വേറെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ നമ്മളൊന്ന് കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി വന്ന് സെറ്റിൽ വന്ന്. കല്യാണി അടുത്ത് എന്താ ചോദിച്ചത്? എന്നോടൊന്നും ചോദിച്ചില്ല, ബിക്കോസ് എന്റെ ഷോട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു. കറക്റ്റ്ലി അതൊരു ടെക്നിക്കൽ ഷോട്ടായിരുന്നു, അത് കിട്ടിയില്ല. സോ അത് ഒരു ചമ്മലായിരുന്നു എല്ലാവർക്കും. പുള്ളിക്ക് അത് പ്രശ്നമല്ല. പുള്ളിക്ക് അറിയാലോ, പുള്ളി ഇന്നലെ കാണാൻ തുടങ്ങിയ സിനിമ എന്ന് പറയുന്നത്. പുള്ളിയൊക്കെ കാണാൻ തുടങ്ങിയ വർഷങ്ങൾ നമ്മൾക്കൊന്നും ഇല്ല. ആ അദ്ദേഹം ഒന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ശരിയാണ്, നമുക്കൊരു നമ്മൾ അഭിനയിക്കാൻ പോവാണ്. അല്ല, അതുവരെ പോയ ഷോട്ടൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. സോ കറക്റ്റ് പുള്ളി കറക്റ്റ് വന്നപ്പോഴാണ് ഡോമിനിക് സോ അങ്ങനെയായിരുന്നു ബേസിക്കലി. അതാ നമുക്ക് ആ രീതിക്ക് എടുക്കുള്ളൂ. അതാണ് നമുക്ക് ആ സ്പിറ്റിൽ എടുത്തിട്ട് രസമായിട്ട് നമുക്ക് പോവും. അതിന് നിങ്ങൾക്കും ഒരു എനർജി ആയിരിക്കുമല്ലോ നമുക്ക് വരുമ്പോൾ ആ സെറ്റിൽ അല്ലേ? കാരണം മമ്മൂക്ക വേറെ സെറ്റിൽ അങ്ങനെ പോകാറില്ലോ. ഇത് ഈ കമ്പനിയുടെ സെറ്റിലാകുമ്പോൾ അവിടെ വരുമ്പോൾ നമുക്കൊരു എനർജിയാണ്. മമ്മൂക്ക വന്നു, പുള്ളി വന്ന് അത് കഴിഞ്ഞ് പോയി. പുള്ളി വണ്ടി എടുത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കോള്, ഞാനൊന്ന് തിരിച്ചു വരുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. സീരിയസ്ലി ഇവരെല്ലാരും ഞാൻ കോസ്റ്റ്യൂമിലായിരുന്നു. കല്യാണം എടുക്കാൻ പറ്റില്ല, കോസ്റ്റ്യൂമിലായതുകൊണ്ട്. ഞങ്ങള് കോസ്റ്റ്യൂമൊക്കെ മാറി നല്ല ജോലിയായിട്ടിരിക്കുമ്പോഴാണ് മമ്മൂക്ക് വിളിച്ചിട്ട് പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. പോയിട്ട് തിരിച്ചു വന്നു പുള്ളി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. നമ്മൾ അങ്ങോട്ട് പോകണ്ട, നമ്മൾ അങ്ങോട്ട് പോയിട്ട് അപ്പൊ ഞങ്ങള് അതെന്ത് മനുഷ്യൻ എന്നുള്ള രീതിയിലാണ്. അതാണ് അതെ, ഞാനൊക്കെയാണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോകും. പിന്നെ ഫോട്ടോ അല്ലേ പിന്നെ എടുക്കാന്ന് വിചാരിക്കും. മമ്മൂട്ടിയെ പോലെ ഒരാൾ ഞാനവിടെ ഉണ്ട് അങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പോയിട്ട് തിരിച്ചു വന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ആ ഫോട്ടോ ആണ് ഞങ്ങൾ ഇട്ടത്. അതല്ലേ, കല്യാണിക്ക് കോസ്റ്റ്യൂം എടുക്കാനും പറ്റില്ല. കല്യാണിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാറില്ല, കാരണം കോസ്റ്റ്യൂമിൽ ഇത് അഴിക്കാൻ തന്നെ പറയുമ്പോ അതുകൊണ്ട് അത് ആ ലുക്ക് വെളിപ്പോരുതെന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ആരുടെ എവിടെയും ഫോട്ടോ എടുക്കണമെന്നില്ല. പിന്നെ പുലർച്ചെ വരും, നിങ്ങൾ ആരും ഒത്തുമില്ല. അല്ല, നമ്മളൊക്കെ വന്നതിനും റെഡി ആയിരിക്കും. പിന്നെ ഇതിന് ഇറങ്ങാൻ കുറെ പാടാ. അപ്പൊ നിങ്ങൾ പോകും റൂമിൽ. നമുക്കിത് ഇങ്ങനെ ടീഷർട്ട് മാറ്റിട്ടാ മതി. ഇത് കല്യാണിക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്ന് അതിന് പിന്നെ ഇത് ചെയ്ത് വരുമ്പോഴേക്കും പാടാണ്. അപ്പൊ പിന്നെ പുള്ളിക്കത് വേണ്ട, എനിക്ക് ഫോട്ടോ വേണ്ട. ഭയങ്കര വിഷമായിരുന്നു കേട്ടോ, ഫോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. മമ്മൂക്കാനെ കുറിച്ച് ശരിക്കും അടുത്ത് അറിയുന്ന ഒരാളാണ്, ശരിക്കും അടുത്തറിയുന്ന ആളല്ലോ. എനിക്ക് മമ്മൂക്കാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പത്രസിനിമ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാൻ മാത്രമാണ് ഇഷ്ടമുള്ളൂ, അങ്ങോട്ട് പോയില്ല. പക്ഷെ മമ്മൂക്ക ചൂണ്ടിയാണ് അങ്ങോട്ട് ചോദിപ്പിക്കുന്നത്, പെടിച്ചിങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നല്ലോ. ആ എക്സ്പീരിയൻസ് മമ്മൂക്ക വന്ന ദിവസം ഉണ്ടായിരുന്നു, ലൊക്കേഷൻ വന്ന ദിവസം ഉണ്ടായിരുന്നോ? ഞാനൊന്നും ഉണ്ടായിരുന്നില്ല. ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഇല്ല, തുടങ്ങിയിട്ടില്ല, അന്നില്ലായിരുന്നു അല്ലേ? ഓരോ സിനിമയ്ക്ക് എനിക്കെപ്പോഴും താങ്കളുടെ സിനിമകളും താങ്കളുടെ ഒരു കോമഡികളും താങ്കൾ പറയുന്ന ഡയലോഗുകൾ നമുക്ക് ചിരിക്കാൻ ഒത്തിരി മനസ്സിൽ തരും. ഇതിൽ മറ്റൊരു ടൈപ്പ് സീരിയസ് കഥാപാത്രം, എന്നാൽ എല്ലാ കോമഡിയും കൂടെ ചേർത്താന്ന് പറയും. ഇത്തരം കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രഷറിലേക്ക് നമുക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കണമല്ലോ. അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? ഈ സബ്ജക്റ്റ് കേട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തയ്യാറെടുപ്പ് എന്തായാലും ഡയറക്ടർ പറഞ്ഞു തരും, പക്ഷെ എങ്കിലും നമ്മൾ അതിങ്ങനെ ചെയ്യണമല്ലോ എന്നുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ. അതെങ്ങനെയായിരുന്നു ഇത്? വരുന്ന സമയം ഡൊമിനിക് ഞങ്ങൾ മുൻപ് ഒരുമിച്ച്, പുള്ളിയുടെ തരംഗത്തിലൂടെയാണ് ഞാൻ ഈ ഒരു മെയിൻ സ്ട്രീമിലോട്ട് ഉണ്ടാവുന്നത്. എന്നെ അങ്ങനത്തെ കൊണ്ടുവന്നത് പുള്ളിയാണെന്ന് പറയാം. അപ്പം അതിന് ശേഷമാണ് മറ്റു പടങ്ങളിലൂടെ ജാനമനിലോട്ട് എത്തിയത്. അപ്പം പുള്ളി എന്നോട് ആളുടെ രണ്ടാമത്തെ പരിപാടിക്ക് എന്നെ വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരു ദിവസം അവരുടെ റൂമിൽ പോയിട്ട് ഞാൻ കഥ എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള കഥ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. അപ്പോൾ എൻ്റെ പരിപാടി എന്താന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് തന്നപ്പോൾ തന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര
എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, ഇത് പൊളിക്കണം എന്നുള്ള മൂഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുൻപ് വേറൊരു ദിവസം, അന്ന് ചന്തുവൊക്കെ വന്നിട്ട് ഒരു പരിപാടി, അന്ന് ഞാൻ പോയി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ പോയിട്ട് കുറച്ച് ചോദ്യങ്ങളും കുറച്ചുകൂടെ വിവരങ്ങൾ കുറച്ചുകൂടെ തന്നു. അത് കഴിഞ്ഞ് കോസ്റ്റ്യൂം ട്രയലിന് പോയി. എന്നിട്ട് കോസ്റ്റ്യൂം ഇട്ട് നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അങ്ങനത്തെ അല്ല, നോർമലി ഉള്ള സാധനം തന്നെ. അകത്ത് ടീഷർട്ട്, പിന്നെ അതിൻ്റെ മുകളിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് തുറന്നിട്ടിട്ട് ജീൻസ്, മാല, മറ്റേ വള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിപാടി. എനിക്ക് കണ്ണാടി നോക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ഇപ്പോഴത്തേക്ക് ഇത്രയ്ക്കൊക്കെ പണിയെടുക്കുന്നുണ്ട് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ഇത് ഇത്രയൊക്കെ കൊണ്ട് എനിക്ക് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല, ഇതിൽ ഞാനത് എങ്ങനെ എന്നുള്ള പറയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആഷ്ലി, ആക്ടർ തന്നെയാണ്. ഇവിടെ ഒരു പിയേഴ്സ് എന്താ പറയാ, പിയേഴ്സിങ്, ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ചെയ്യാം. ശരിക്കും ചെയ്തു. അതാരും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു ഡമ്മി ഇത് വെക്കാന്നാണ് എല്ലാരും വിചാരിച്ചത്, പക്ഷെ ശരിക്കും ചെയ്തു. ഡമ്മി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ എല്ലാ സമയത്തും ഒട്ടിക്കലും മറ്റേതൊക്കെ ഉണ്ടാവുന്ന വെച്ചാൽ കമ്മിറ്റ്മെന്റ്. അവര് പറഞ്ഞത് ഇതായിരുന്നു എളുപ്പമെന്ന് അവർക്ക്. പിന്നെ കല്യാണം കമ്മിറ്റ്മെന്റ് തിരുത്തിക്കോ. സബക്ക് അത് കഴിഞ്ഞിട്ട് വേറെ പടത്തിന് കല്യാണം തിരിച്ചെടുത്തത് ചെയ്തു തള്ളാന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊക്കെ ഒന്ന് എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫോട്ടോഷൂട്ടിൽ ഇട്ട് ഞാൻ ഈ കോസ്റ്റ്യൂം കൊണ്ടിട്ട് ഇങ്ങനെ അവരും മുടിയും സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകും. കണ്ണാടിയിൽ നിന്നൊക്കെ നിൽക്കുമ്പോഴേ എനിക്ക് അങ്ങോട്ട് ആ ഒരു മൂടാ. അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ചെയ്യാന്ന് വെച്ചാൽ, പിന്നെ ഇത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പടത്തിൽ പോയിട്ട് ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമേ ഉള്ളൂ, എന്നാൽ പിന്നെ അത് ഇടവിട്ട് കുറച്ച് ഗ്യാപ്പിലൊക്കെയാണ്. നമ്മൾ വേറെ പടത്തിൽ പോയിട്ട് അവിടെ ഊരിയിട്ട് പിന്നെ വെക്കാന്ന് വെക്കുന്ന ഇത്രയും നീളമില്ലേ ഹോളിന്, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് അടയും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ കുത്തി തുറക്കണം. അപ്പോൾ എല്ലാ ദിവസവും രാത്രി വന്നിട്ട് ഈ സുന മാത്രം ഇട്ടിട്ട് കിടന്നുറങ്ങും. അതും ഭയങ്കര കുറച്ച് സമയം എടുക്കും. അത് കറക്റ്റ് ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നിട്ട് അതൊക്കെ കമ്മിറ്റ്മെന്റ് അല്ലേ? അതിപ്പോ കറക്റ്റാട്ടോ. ആദ്യം പറഞ്ഞല്ല, രണ്ടാമത്തെ ഓക്കെയാ. അപ്പൊ തയ്യാറെടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവല്ല വലിയ തയ്യാറെടുപ്പായിരുന്നു. രാത്രി വന്നിട്ട് അതാ ഏറ്റവും വലിയ തയ്യാറെടുപ്പ്. കൂടുതലൊന്നും പറയണ്ട. അതിന്റെ അപ്പുറത്തേക്ക് തയ്യാറെടുപ്പില്ല. പിന്നെ സെറ്റിൽ പോയിട്ടുള്ള ഫസ്റ്റ് പരിപാടി കുറച്ച് ഈ പറഞ്ഞ 2 മേജർ സീനിൽ ഒരു സീനായിരുന്നു മുൻപ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു. അന്ന് ഞാൻ ലൊക്കേഷനിൽ വരുന്നേ ഉള്ളൂ. അന്നത്തെ ദിവസം ഫസ്റ്റ്. അപ്പൊ കുറച്ച് ഡയലോഗും ഉണ്ട്. എന്താണ് ഷൂട്ട് തുടങ്ങാൻ പോകുന്ന പറഞ്ഞ് ഡയലോഗൊക്കെ തോന്നുന്നത്. അതാണെന്നുണ്ടെങ്കിൽ ഡയലോഗ് അറിയാലോ, കുറച്ച് ഇതുണ്ട്. അപ്പം എനിക്ക് അങ്ങോട്ട് ഈ കോസ്റ്റ്യൂം ഇതിൽ കയറിയിട്ട് ഇത്രയും ഡയലോഗ് ഒന്നും അങ്ങോട്ട് ആ ഡയലോഗ് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചിരിക്കുന്നത്. ആ ഡയലോഗ് എങ്ങനെ അതെനിക്ക് പറ്റുന്നില്ല. ഭാഗ്യത്തിനൊന്നും മഴ നിന്നില്ല. അവരുടെ ഭാഗ്യത്തിന് കേക്കണ്ട, അവരുടെ അല്ല കേട്ടോ. പിന്നെ ഞാൻ അന്നത്തെ ദിവസം എൻ്റെ ഇത് നടന്നില്ല. അപ്പൊ ഈ ഡയലോഗിന്റെ ഷീറ്റ് എനിക്ക് കിട്ടി. പിന്നെ അത് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഇനി ഡയലോഗൊക്കെ പഠിച്ചു, ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യും. ഇനി ഡയറക്ടറിന് മുന്നിൽ പോയിട്ട് ഇത് ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കിതൊന്നും ഇല്ല. അപ്പൊ അത് പിന്നെ വേറൊരു ദിവസം ആയതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ മഴ അനുഗ്രഹം ഇതുമായിട്ട് കോസ്റ്റ്യൂമായിട്ട് ഓക്കെ ആയി, ഞാൻ ഡയലോഗായിട്ട് ഓക്കെ ആയി. അതെ എല്ലാ ദിവസവും ഏതെങ്കിലും എന്റെ ഈ പടത്തിൽ കേട്ടോ, എല്ലാ പടത്തിലും അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഈ പടത്തിൽ ഞാൻ എത്തുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ പറ്റും. അതേപോലെ മഴ പെയ്യുക, വേറെ എവിടെ ലൊക്കേഷൻ ശരിയാവാതിരിക്കുക, അങ്ങനെ പറയണ്ട. ബാക്കിയെല്ലാ പടങ്ങളും ഒക്കെയാണ് എനിക്ക് പറയുന്നത്. ഇനി എന്നെ ഞാൻ പോയിട്ട് ഇനി ആരും വിളിക്കാൻ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് വേറെ പടം എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. ഡയറക്ടർ പറയും എന്തെങ്കിലും പറ്റിയ സഭ വന്നാ ആദ്യം ചോദിക്കും. ഞാൻ അവിടെ അപ്പൊ കറക്റ്റ് അവിടെ നടന്നിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ ഇത് ആദ്യം രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ്
ഈ ചെറിയ കുട്ടികളുടെ കാത് കുത്താൻ പോയിട്ട് പിന്നെ ഉണങ്ങി പോയിട്ട് പിന്നെ കുത്തുന്ന പോലെ ഡെയിലി ആ കാതിന് ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഇവിടുന്ന് നീളത്തിൽ മുതലേ ഇവിടെ കിടക്കുമല്ലേ? ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോകണം. അപ്പൊ എവിടെങ്കിലൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുത്തി 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 മെല്ലെ മെല്ലെ പൊട്ടിക്കണം. ഒരു കാര്യം ഉറപ്പിക്കും, ഷുഗർ ഇല്ലാന്ന് ഉറപ്പായില്ലേ? അല്ലേ? അങ്ങനെയുണ്ടല്ലേ? ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട, ഇപ്പൊ പുതിയ ഇതാ ഷുഗറിനാന്ന് ഓ ചന്തു കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മൾ പേടി കൊണ്ട് ആദ്യം ചോദിക്കില്ല. അപ്പോൾ ആൾ പറയും കുത്തിയ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ പഴുത്ത് വരും. അപ്പോൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ഇങ്ങനെ മുഖം മുക്കി വെക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ പോയി ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കടയിട്ട് നമുക്ക് 2-3 അടിക്കാം. കുഴപ്പമുണ്ടോ ഒന്നടിക്കാതെ സമ്മതിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വീർത്ത് വരും, ഇങ്ങനെ ഇങ്ങനെ ഇത് വരും. അത് മഞ്ഞപ്പൊടി ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു 3 അടിക്കാം. 1 എന്തൊക്കെ യാത്ര സഭ എടുത്ത ആ കമ്മിറ്റ്മെന്റ് കാണിച്ച് ചെയ്ത പരിപാടി ഭയങ്കര അടിപൊളിയാണ്. അതാണ് ഇനി കാണേണ്ടത്. 1 അടിക്കാം, 3 അടിക്കാൻ പറ്റില്ല, എന്തൊക്കെയാ ഇത് കിട്ടിയത്, എന്തൊക്കെയാ ഇത് കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? മൊത്തത്തിൽ രസമായിരുന്നു അല്ലേ? കല്യാണ സമയത്ത് കല്യാണി ഇതൊക്കെ കേട്ട് എനിക്ക് തോന്നുന്നു കല്യാണി ഈ തമാശകൾ പറയുമ്പോൾ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് ഉൾക്കൊണ്ട് തന്നെ ഉള്ള ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മളെപ്പോഴും ഇരിക്കുമ്പോഴും അത് തന്നെ നമ്മൾ കാണാറുണ്ട്. കല്യാണി ഈ ലാലേട്ടൻ മമ്മൂക്ക അല്ലേ, ഇവരെ കുറിച്ച് കേട്ടുപിടിച്ച് വളർന്ന ഒരാളാണ് അല്ലേ? 100% ഇവരെ വളർന്ന ആളാണ്. ലാലേട്ടൻ പറഞ്ഞൊരു ഓർമ്മയും മമ്മൂക്ക പറഞ്ഞൊരു ഓർമ്മയും പങ്കുവയ്ക്കാൻ പറ്റും? ആക്ച്വലി അങ്ങനെയല്ല, ബിക്കോസ് അവർ ഓൾമോസ്റ്റ് ഫാമിലി പോലെയാണ്. സോ ഞാൻ അങ്ങനെയാണ്. സോ അതുകൊണ്ട് അവര് പറയുന്നൊക്കെ എനിക്ക് ലൈക്ക് ആഫ്റ്റർ റൈറ്റ് ഇറ്റ് ഡൗൺ എന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഐ കാൻ തിങ്ക് ഓഫ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഒരുപാടുള്ളതുകൊണ്ടായിരിക്കുള്ളൂ. എനിക്കിപ്പോ പെട്ടെന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും. പ്രിയൻ സാറിന്റെ അടുത്ത് 2 സബ്ജക്റ്റും ഒരേ സമയത്താണ് അല്ലേ? ഞാനന്ന് ഈ സബ്ജക്ട് പറഞ്ഞപ്പോ സാർ എന്താണ് പറഞ്ഞത്? ഞാൻ ആക്ച്വലി അച്ഛനോട് ഇതിന്റെ ഒരു ബേസ് ആണ് പറഞ്ഞത്. അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അത് ഭയങ്കര ഡിഫറെന്റ് ആയെന്ന് അച്ഛന് തോന്നി. കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷെ അത് സ്പോയിലേഴ്സ് ആവും അച്ഛൻ പറഞ്ഞതൊക്കെ. അല്ല, അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ ഒരു ബേസ് മാത്രം പറഞ്ഞുള്ളൂ, ഞാൻ ഫുൾ കഥ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി കല്യാണിക്ക് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. ഒത്തിരി സിനിമ കണ്ട് വളർന്ന ഒരു സിനിമ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. കല്യാണിക്ക് ഇനി ചെയ്യണം, എനിക്ക് ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് മനസ്സിലുള്ളത് എന്തായിരിക്കും? ആക്ച്വലി എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. മിനിങ്ങാന്ന് ഒരു ഇന്റർവ്യൂല് ഫഹദ് പറഞ്ഞിരുന്നു, ആ ഒരു ലൈൻ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ബേസിക്കലി ഫഹദ് പറഞ്ഞത്, ഹി ഓൾവേസ് സെസ് ദിസ്, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ ചെയ്താൽ എനിക്കെങ്കിലും ഇഷ്ടപ്പെടും. സോ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനിപ്പോൾ. അങ്ങനെ വേണം എന്ന് ഞാൻ തേടി പോകുന്നില്ല. മലയാളം മറ്റു ഭാഷയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. മലയാളത്തിൽ വന്ന് അഭിനയിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്നൊരു ഫീൽ കിട്ടാറുണ്ടാവും? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാനൊരു കമന്റ് കണ്ടു ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ. ഇറ്റ് സെഡ് ഷീ ഡസന്റ് യൂസ് ദിസ് പ്ലേസ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ദിസ് ഈസ് വേർ ഷീ ബിലോങ്സ് ആൻഡ് വേർ ഷീ ഫീൽ ഷീ ബിലോങ്സ്. ആൻഡ് അത് ആക്ച്വലി ഐ ഫെൽറ്റ് ദാറ്റ് വാസ് ട്രൂ. ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ല. ഇവിടുന്ന് ഞാൻ വേറെ എങ്ങോട്ടോ പോകാനുള്ള ഒരു എന്താ പറയാ, ഒരു തോട്ടില്ല എനിക്ക്. ബേസിക്കലി ഞാൻ ജനിക്കാനുള്ള കാരണം മലയാളം ഇൻഡസ്ട്രിയാണ്. സോ മൈ ലോയൽറ്റി ഈസ് ടു ഹിയർ. സോ അത് എനിക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും. ഇവിടുത്തെ കുട്ടിയാണ്, ഇവിടെ തന്നെ ഉണ്ടാവും. ഇതന്നെ കുടുംബം. എവിടെ പോയാലും ആ തറവാട്ടിൽ വരാതെ നമുക്ക് മോളിൽ നിന്നാലും താഴെ നിന്നാലും ട്രോഫി മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ഇവിടെ തന്നെയാണ്. അതാണ് കല്യാണി ഇപ്പോഴും മലയാള സിനിമയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ഈ ഓണം മാസാക്കാൻ കല്യാണി ചിത്രങ്ങൾ വരുന്നത്. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ചന്തു, എന്തായാലും സിനിമ പൊളിക്കട്ടെ. സിനിമ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. നമ്മൾ ഒത്തിരി സിനിമകൾ കണ്ടുപോകുന്ന കാലഘട്ടത്തിൽ ഈ ഓണം സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ ലാലേട്ടൻ്റെ സിനിമയോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ സിനിമ വരുന്നു, അതിനോടൊപ്പം തന്നെ നമ്മുടെ സിനിമയും വരുന്നു എന്ന് പ്രത്യേകതയുണ്ട്. ഈ ഓണം വലിയ സിനിമകളിൽ 4-5 സിനിമകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് കല്യാണിയുടെ 2 പടമുണ്ട്, ലാലേട്ടൻ്റെ സത്യൻ ചേട്ടൻ്റെ സിനിമ വരുന്നു, അതിനോടൊപ്പം ഈ സിനിമ 2 സിനിമകളും
സിനിമകളെല്ലാം ഹിറ്റാകണം, അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. എല്ലാ സിനിമകളും ഹിറ്റാകണം. സിനിമകളാണ് എന്നെ പിടിച്ചിരുത്തുന്ന സിനിമയാണ്, നിങ്ങളെ പിടിച്ചിരുത്തുന്ന സിനിമയാണ്. എനിക്കും സിനിമ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ഇൻ്റർവ്യൂ എടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സംഭവം തന്നെ, അല്ലാതെ നമ്മൾ എവിടെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ സിനിമ വിജയിക്കണം, കൂടെ ഉണ്ടാവും. ഒത്തിരി സന്തോഷം. ലോക തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേറെ കഥാപാത്രങ്ങൾ മനസ്സിൽ വെച്ച് പോകണ്ട. ഇതൊരു മലയാള സിനിമ, നിങ്ങൾക്ക് കാണാത്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. എന്നാൽ കണ്ട സിനിമകൾ ഓർമ്മ വരികയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഒരു ഓണാശംസകളും 3 പേരും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓരോ ആളുകൾ ആരാണ്? കല്യാണി ആദ്യം പറഞ്ഞു, അല്ല നിങ്ങൾ ആദ്യം പറഞ്ഞു. ചന്തു ആദ്യം പറഞ്ഞു. ഇതായത് മലയാളി പ്രേക്ഷകർക്കാ? മലയാളി പ്രേക്ഷകർക്ക്, പിന്നെ നീ എല്ലാ പ്രേക്ഷകർക്കും പറഞ്ഞു. ഞാൻ പാൻ ഇന്ത്യൻ ആണല്ലോ. അതോടൊപ്പം തന്നെ പറഞ്ഞു നിർത്തുമ്പോൾ ലോകയുടെ നമ്മുടെ ചാനലിലെ പേരുകൾ പറഞ്ഞു ഓണാശം 1-2 ടോക്സിന്റെ പ്രേക്ഷകർ. 1-2 ടോക്സ് ഞാൻ പറഞ്ഞാൽ മതിയോ? എല്ലാരും പറയണോ? 1-2 ടോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ ലോക ടീമിൻ്റെയും. ഓക്കെ, കറക്റ്റ്. ഇനി പറഞ്ഞിട്ട് മതി. വേറെ എന്തെങ്കിലും വെറൈറ്റി വേറെ വെറൈറ്റി പിടിക്കാനാ. അത് എന്താ പറയണ്ടേ? 1-2 ടോക്സിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ലോക ടീമിൻ്റെയും എൻ്റെയും ഓണാശംസകൾ. സൂപ്പർ. 1-2 ടോക്സിന്റെ പ്രേക്ഷകർക്ക് 1-2 ടോക്സിന്റെ പ്രേക്ഷകർക്ക് 1-2 ടോക്സിന്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടീമിന്റെ ആൻഡ് ലോക്കൽ ടീമിന്റെ. ടീമിന്റെ 1-2 ടോക്സിന്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഓണാശംസകൾ. എന്റെയും ലോക ടീം. ഓക്കെ, 1-2 ടോക്സിന്റെ പ്രേക്ഷകർക്ക് എന്റെയും ലോക ടീമിന്റെയും ഓണാശംസകൾ. സൂപ്പർ. താങ്ക് യു വെരി മച്ച്.